കാത്തിരിക്കുന്ന മറ്റൊരു കൊലക്കേസ് വിധിയുണ്ട്. 2002 മുതൽ 2016 വരെ 14 വർഷങ്ങൾ. ആർക്കും സംശയത്തിനിടവരുത്താതെ ജോളി കൊന്നു തള്ളിയത് അവരുടെ തന്നെ ബന്ധുക്കളായ 6 പേരെ. ആസൂത്രിത കൊലപാതക പരമ്പര അഥവാ കൂടത്തായി കൂട്ടക്കൊല. 2019 ഒക്ടോബറിൽ പോലീസ് പിടിയിലാകുന്നതുവരെയും അവർ വിധവയായ സാധുവായൊരു സ്ത്രീയായിരുന്നു. പിന്നീടാണ് ജോളി എന്ന സൈക്കോപാത്ത് നടത്തിയ ക്രൂരതകൾ കേട്ട് അന്വേഷണ സംഘം പോലും മൂക്കത്ത് വിരൽ വെച്ചത്. കേസിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. മരണത്തിന്റെ ഗന്ധം ഇന്നും പേറുന്ന പൊന്നാമറ്റം തറവാട് 6 പേരുടെ ജീവനായുള്ള നിലവിളികളുടെ മൂകസാക്ഷിയാണ്. (2002 മുതൽ 2016 വരെ 6 കൊലപാതകങ്ങൾ. ഈ കൊലപാതകങ്ങൾക്ക് ജോളി പദ്ധതി തയ്യാറാക്കിയത് കൂടത്തായിലെ ഈ പൊന്നാമറ്റം തറവാട്ടിൽ വെച്ച്. (2002) ജോളിയുടെ ഭർത്താവ് റോയിയുടെ അമ്മ അന്നമ്മ തോമസ്. 2008 റോയിയുടെ അച്ഛൻ ടോം തോമസ്. 2011 ജോളിയുടെ ഭർത്താവ് റോയി തോമസ്. പൊന്നാമറ്റം തറവാട്ടിൽ നടന്ന ആദ്യത്തെ 3 കൊലപാതകങ്ങൾ. ഇവർ 3 പേരും മരിച്ചു വീണത് ഈ വീട്ടിനകത്ത് വെച്ചാണ്. NIT-യിലെ അധ്യാപികയാണെന്ന് ജോളി കള്ളം പറഞ്ഞിരുന്നതായിരുന്നുവെങ്കിലും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. 2 കുട്ടികൾ, ഭർത്താവ് റോയിയുടെ അച്ഛനമ്മമാർ, ഇവർക്കൊപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട്. 2002 അന്നമ്മയുടെ മരണത്തോടെ ഈ വീടിന് പക്ഷേ മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. റോയിയുടെ ശരീരത്തിൽ സയനൈഡിൻ്റെ അംശങ്ങളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. അത് ചില സംശയങ്ങളും ഉയർത്തി. അങ്ങനെ സംശയിച്ചവരിൽ പ്രധാനിയായിരുന്നു റോയിയുടെ അമ്മാവൻ MM മാത്യു. പക്ഷേ ഈ സംശയം മാത്യുവിനെ കൊണ്ടുചെന്നെത്തിച്ചത് മരണത്തിലേക്കാണ്. 2014 ഏപ്രിലിൽ ജോളിയുടെ കൂടെ ഭക്ഷണം കഴിച്ച മാത്യു പിന്നീട് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മാത്യുവിൻ്റെ മരണം നടന്ന് ഒരാഴ്ചക്കകമാണ് ടോം തോമസിൻ്റെ സഹോദരൻ്റെ മകൻ ഷാജുവിൻ്റെ 1 വയസ്സുള്ള മകൾ ആൽഫൈൻ മരിച്ചത്. 2016 ജനുവരി 11 ഷാജുവിൻ്റെ ഭാര്യ ഫിലിയും മരിച്ചു. അതിലെ ഏറ്റവും പിഞ്ച കുഞ്ഞിനെ കൊന്നേരാ സഹിക്കാൻ പറ്റാത്ത 1 വയസ്സായിട്ടേ ഉള്ളൂ. സ്വത്ത് പൂർണ്ണമായും തട്ടിയെടുക്കാൻ ജോളി നടത്തിയ നീക്കങ്ങളാണ് ടോം തോമസിൻ്റെ മകൻ റോജോയ്ക്ക് സംശയമുണ്ടാക്കിയത്. നിഗൂഢമായ കൊലപാതക പരമ്പരയിലേക്ക് വെളിച്ചം വീശിയതും ഈ സംശയമാണ്. അതായത് 6 കൊലപാതകം എന്ന് വെച്ചാൽ ഈ 6 കൊലപാതകം ഈ വീട്ടിൽ വെച്ചിട്ടല്ല, 3 വേട. പിന്നെ 3 എന്ന് വെച്ചാൽ ടീച്ചർ അങ്ങനെ ഒരു കൊലപാതകമായിട്ട് ഞങ്ങൾക്കൊക്കെ അറിയില്ലായിരുന്നു. കാരണം എന്തോ സൂപ്പ് കുടിച്ച് എന്നൊക്കെ കായൊക്കെ എന്തോ ആയി കഷായം കുടിച്ചെന്നൊക്കെ. പിന്നെ ക്ലർക്ക് മരിച്ചപ്പോഴാണ് അത് സഹിച്ചിടാത്ത സംഭവമായിപ്പോയി. ആരോഗ്യവാനാണ് അയാൾ മരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിക്കുന്നു. പിന്നെ മെറ്റ് വന്നപ്പോഴല്ലേ കഥ അറിയുന്നത്. (2019) ജോളിയുടെ അറസ്റ്റോടെ ഏറെക്കാലം പൊന്നാമറ്റം വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് മോചനം നേടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ വീട്. അടുത്തിടെ വീട് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചു. ടോം തോമസിൻ്റെ മക്കളായ റോജോയും റഞ്ജുവും ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. വീടൊക്കെ നന്നാക്കി ക്ലിയറാക്കി വൃത്തിയാക്കി അങ്ങനെ ഒരു വീടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. മക്കളെല്ലാം വരികയും പോവുകയും ചെയ്യും. ഞാൻ റോജാണെങ്കിലും അങ്ങനെ സാധിക്കാമല്ലോ. അവന് ദൂരത്തല്ലേ, അവനങ്ങനെ പെട്ടെന്ന് വരാൻ കഴിയൂലേ. വരുന്ന സ്ഥലങ്ങൾ പോവുകയും വരികയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിൽക്കുകയും പറയും. സമ്പർക്കമൊക്കെ സന്തോഷമൊക്കെ തന്നെ. പണ്ട്
റോസ് പെയിൻ്റ് ആയിരുന്നു, ഇപ്പോൾ വൈറ്റ് പെയിൻ്റാണ്. അവരെ ഫാമിലി ഇപ്പോൾ അവിടെ താമസമുണ്ട്. പോലെ വെക്കേഷൻ ടൈം അവരെ സമയങ്ങളിൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. മൊത്തം റീപ്ലേസ് ചെയ്ത് വീടിൻ്റെ എന്താ പറയുക, കിണർ, ബാക്കി സംഭവങ്ങൾ, ടോയ്ലറ്റ് അടക്കമുള്ള സംഭവങ്ങളൊക്കെ മൊത്തം റീപ്ലേസ് ചെയ്ത് മൊത്തം എന്താ പറയുക ന്യൂ ആക്കി, എല്ലാ രീതിയിലും മാറ്റി. ഇപ്പോൾ ഈ ഞായറാഴ്ചകളിലൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾ വരും. ആളുകൾ വന്നിട്ട് എന്തോ ഒരു സംഭവം കാണാൻ വരുമ്പോൾ വന്ന് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ കൺഫ്യൂഷനാണ്, വീട് തന്നെയാണോ, കളർ മാറിയും കൊണ്ട്. നമുക്ക് സുരക്ഷിതത്വവും സ്നേഹവും കരുതലുമെല്ലാം നൽകുന്ന സ്ഥലമാണ് നമ്മുടെ വീടുകൾ. പക്ഷേ അത്തരമൊരു വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണമാണ് കൊലച്ചോറായി മാറിയത്. ഈ നടുക്കുന്ന ഓർമ്മകൾ മറക്കാൻ ശ്രമിക്കുകയാണ് ടോം തോമസിൻ്റെ ജീവിച്ചിരിക്കുന്ന മക്കളും ഈ കൂടത്തായിലെ നാട്ടുകാരും.